ആണെങ്കിൽ ഷോപ്പിനടുത്ത് തന്നെ ഒരു ഡെലിവറിയും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് യോനെ കണ്ടത്. യോനാണെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ അടുത്തും കാര്യങ്ങളുമാണ്. കുറച്ച് സമയം യോനോട് സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ടോയ്ലറ്റിലേക്കാണ് പോയത്. ഒതും കാര്യങ്ങളും എടുത്തതിന് ശേഷം നേരെ പോയിട്ട് നിസ്കരിക്കണം. ഇന്നാണ് കുറച്ച് ലേറ്റും കാര്യങ്ങളുമാണ്. അങ്ങനെ നേരെ നിസ്കാരം പോയും പിരിച്ചതിന് ശേഷം വീട് നിസ്കാരം പാസ്സാക്കാന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ച ഫുഡ് വീട് തന്നെ കഴിക്കണം. അങ്ങനെ വെറും ചോറും മീൻ പൊരിച്ചും സാമ്പാറും ഡീയും കൂട്ടി ഒന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പുറത്ത് ചെയ്യുമ്പോഴാണ് ആകാശം മൊത്തം ഒരു കളർഫുൾ പോലെ തോന്നിയത്. അങ്ങനെ ഒരു ഓർഡറും കാര്യങ്ങളും അടുത്തും കൊടുക്കാൻ പോയി. അതിലും കൊടുത്തതിന് ശേഷം കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടത്. അത് കാണുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. ഒരു 4 കൊല്ലം മുമ്പും ഒരു 5 കൊല്ലം മുമ്പായിട്ട് ഞാനും എൻ്റെ ചങ്ങായിമാരെല്ലാം ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിച്ചുകൊണ്ടിരുന്നു. അതും കഴിഞ്ഞ് ഓർഡറും കൊടുത്ത് നേരെ ഷോപ്പിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ടത്. ഒരു വാക്ക് ഒറ്റ മൈൻഡ്. അങ്ങനെ ഓർഡറും കാര്യമെല്ലാം കൊടുത്തതിന് ശേഷം നേരെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചുവിടാന്ന് വെച്ചു. ഷോപ്പിലെത്തിയപ്പോൾ എന്നെ ഒരു ചായയും ഒരു ഷവർമയും കിട്ടിയിരുന്നു. അങ്ങനെ അതും കഴിച്ചതിന് ശേഷം ഒരു രാത്രി സമയമാകുമ്പോൾ പുറത്തൊരു ഡെലിവറിയും കാര്യം കിട്ടി. ഷോപ്പിനടുത്ത് ഒരു കുറച്ച് പോകാനുണ്ട്. പുറത്താണെങ്കിൽ നല്ല തണുപ്പ് പോകും. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ച് ആയിക്കൊണ്ട് നല്ല പാങ്ങുണ്ട്. യൂസഫ് ചാൻ്റെ ഷോപ്പിലാണെങ്കിൽ ഓരോ ഡിസൈനും കാര്യങ്ങളുമാണ് ക്രിസ്മസിൻ്റെ ആയിക്കൊണ്ട്. അങ്ങനെ ഡ്യൂട്ടിയും കഴിഞ്ഞ് നേരെ ഷോപ്പിൽ നിന്ന് നേരെ കഴിഞ്ഞു. പിന്നെ ഒന്ന് റൂമിൽ പോയിട്ട് ഒന്ന് കടന്നുറങ്ങും. ഇന്നാണെങ്കിൽ നിറയെ ലേറ്റായും ചെയ്ത് ഷോപ്പിൽ നിന്ന് ചെയ്യാൻ. അങ്ങനെ നേരെ റൂമിലെത്തിയതിന് ശേഷം നേരെ റൂമിനടുത്തേക്ക് എത്തിയതിന് ശേഷം നേരെ ലിഫ്റ്റിലേക്കാണ്. ബാക്കി ഇവിടെ നാളെ